ഒരു രാജ്യത്തെ രാജാവ് തൻ്റെ 3 പെൺമക്കളെയും വിളിച്ച് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? ആദ്യത്തെ മകൾ പറഞ്ഞു, ഞാൻ അച്ഛനെ ഈ ലോകത്തെ എല്ലാ സ്വർണത്തിൻ്റെയും പവിഴത്തിൻ്റെയും അത്രയും മൂല്യത്തിൽ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ മകൾ പറഞ്ഞു, ഞാൻ അച്ഛനെ ലോകത്തിലെ എല്ലാ വജ്രത്തിൻ്റെയും രത്നത്തിൻ്റെയും മൂല്യത്തേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ മകൾ പറഞ്ഞു, ഞാൻ അച്ഛനെ ഈ ലോകത്തെ എല്ലാ ഉപ്പിനെപ്പോലെയും സ്നേഹിക്കുന്നുണ്ട്. ഇത് കേട്ടതും രാജാവ് ദേഷ്യം കൊണ്ട് വിറച്ചു. തന്നെ അപമാനിച്ച ആ മകളെ കാട്ടിലേക്ക് നാട് കടത്തുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. എന്നാൽ വനത്തിലൂടെ നടക്കുന്ന ഈ ഒരു രാജകുമാരിയെ അവിടെ നായാട്ടിന് വന്ന അയൽ രാജ്യത്തെ രാജകുമാരൻ കാണുകയും അയാൾ വിവാഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛൻ വരികയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം എന്ന് ആ രാജകുമാരി മറുപടി പറഞ്ഞു. ഇത് സമ്മതിച്ച രാജകുമാരൻ വധുവിൻ്റെ പേര് പറയാതെ ഈ രാജാവിനെ വിവാഹത്തിന് ക്ഷണിച്ചു. എന്നാൽ തലേ ദിവസം രാത്രി വന്ന രാജാവിന് കൊടുത്ത ഭക്ഷണത്തിൽ ഒരു തുള്ളി ഉപ്പ് പോലും ഇല്ലായിരുന്നു. ദേഷ്യം വന്ന രാജാവ് ഉപ്പ് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഉപ്പ് കൊണ്ടുവന്ന് അത് ഭക്ഷണത്തിലിട്ട് കഴിച്ചതും രാജാവിന് ആശ്വാസമായി. പെട്ടെന്നാണ് അത് കൊണ്ടുവന്ന വ്യക്തിയെ രാജാവ് ശ്രദ്ധിക്കുന്നത്, താൻ വനത്തിൽ ഉപേക്ഷിച്ച തൻ്റെ മകൾ. അപ്പോഴാണ് ഉപ്പിൻ്റെ വില എന്താണെന്നും തൻ്റെ മകൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നും രാജാവിന് മനസ്സിലായത്. സന്തോഷത്തോടെ മകളെ കെട്ടിപ്പിടിച്ച ആ രാജാവ് പിറ്റേന്ന് ഇവരുടെ വിവാഹം മംഗളമായി നടത്തിക്കൊടുക്കുന്നു.